പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് സ്നാപ്സീഡ് ഉപയോഗിച്ച് നമുക്ക് മോഡി എഡിറ്റിംഗ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സ്നാപ്സീഡിൻ്റെ ആപ്ലിക്കേഷൻ വേണം. അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാൽ നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ സ്നാപ്സീഡിലേക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ടൂൾസിലേക്ക് പോവുക. നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. അതിൻ്റെ ട്യൂൺ ഇമേജ് എടുക്കുക. ട്യൂൺ ഇമേജിൻ്റെ അകത്ത് നമുക്കൊരു ബ്രൈറ്റ്നസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. ഞാൻ ഇപ്പോൾ ഏകദേശം 13 വരെ കുറച്ചിട്ടുണ്ട്. പിന്നെ കോൺട്രാസ്റ്റ് ഒരു പൊടിക്ക് കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടാം. പിന്നെ ആംബിയൻസ് നമുക്ക് ഏകദേശം ഒരു 50-55 വരെ നമ്മളിവിടെ കുറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹൈലൈറ്റ്സ് നമുക്ക് കുറയ്ക്കാം. ഷാഡോസും കുറയ്ക്കാം. അതിൻ്റെ വാംത്ത് നമുക്ക് ഏകദേശം ഒരു 10, 12, 20 വരുന്ന രീതിയിൽ നമുക്ക് കുറയ്ക്കാം. ഡൺ കൊടുക്കുക. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് നിങ്ങൾ ടൂൾസ് എടുക്കുക. നിങ്ങളടുത്തത് സെലക്റ്റീവ് ടൂൾ എടുക്കുക. സെലക്റ്റീവ് ടൂളിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പച്ചയാണ്, നമുക്ക് മൂടി ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ നമുക്ക് ബ്രൈറ്റ്നസ് പൊടിക്ക് കുറയ്ക്കാം. സാച്ചുറേഷൻ നമുക്ക് കുറയ്ക്കാം. ആ ഭാഗത്ത് മാത്രമേ കുറയുള്ളൂ. പിന്നെ അടുത്തത് സെലക്ട് ചെയ്യാം. നിങ്ങൾ സാച്ചുറേഷൻ കുറച്ചുകൊണ്ടിരിക്കുക മൂടി എഫക്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്കിവിടെ ഒരു മൂഡി ഫീൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേവ്സിലേക്ക് പോവുക. കേവ്സിൻ്റെ അകത്ത് നമ്മൾ RGB സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ചെറിയൊരു കെയർ ഇവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും താഴത്തെ പോയിൻ്റ് മുകളിലോട്ട് കൊണ്ടുവരികയാണ്. പിന്നെ ഈ ആദ്യത്തെ സ്ക്വയറിലെ പോയിൻ്റ് താഴോട്ട് കൊണ്ടുവരികയാണ്. ഇപ്പം കുറച്ച് ആ സെൻറ്റർ വശത്തെ പോയിൻ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊക്കുകയാണ്. ഡൺ കൊടുക്കുക. അത് കഴിഞ്ഞ് ഒന്നുകൂടെ നിങ്ങൾ സെലക്ട് ടൂൾ എടുക്കുക. അത് കഴിഞ്ഞ് പ്ലസ് ബട്ടൺ കൊടുത്ത ശേഷം സാച്ചുറേഷൻ അവിടുത്തെ പൊടിക്ക് കുറയ്ക്കാം. നമ്മുടെ ഹെൽമെറ്റിന് വാങ്ങിച്ച ഡാർക്കായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് ഇച്ചിരി കൂട്ടാം. പൊടിക്ക് ബ്രൈറ്റ്നസ് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകേണ്ടത് ഡീറ്റെയിൽസിലേക്കാണ്. ഡീറ്റെയിൽസിൻ്റെ അത് സ്ട്രക്ചർ നമുക്കൊരു പൊടിക്ക് കൂട്ടാം. പിന്നെ ഷാർപ്പനിങ് നമുക്കൊരു പൊടിക്ക് കൂട്ടാം. ഡൺ കൊടുക്കുക. അതിൻ്റെ ടൂൾസിലേക്ക് പോവുക. ഒന്നുകൂടെ കെയർ ടൂൾ എടുക്കുക. RGB സെലക്ട് ചെയ്ത ശേഷം നമുക്ക് സെൻറ്ററിലെ പോയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് എന്തായിട്ട് വെക്കാം. ഡൺ കൊടുക്കുക. അപ്പം നമ്മുടെ മൂഡി എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.